മാറാ മാറാ മാറാ. ക്ഷമിക്കണം തമ്പ്രാനെ, തമ്പ്രാൻ പറഞ്ഞ കണ്ടില്ല തമ്പ്രാനെ. മാറാ മാറാ മാറാ. കണ്ടില്ല തമ്പ്രാനെ, മാപ്പ് മാപ്പ്. എന്തിനാ രാമ ഐറ്റങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഐറ്റങ്ങൾ മനുഷ്യരല്ലേ? തമ്പുരാനും ഭ്രമം ബാധിച്ചോ അടിമകളെ ഈ മനുഷ്യഗണത്തിൽപ്പെടുത്താൻ? താനും എല്ലാവരും മനുഷ്യന്മാരാ. എനിക്ക് ആ ഗുരുവിന്റെ ദർശനം കിട്ടിയപ്പോൾ എന്റെ കണ്ണു തുറന്നു. ഏതാണ് ആ ഭ്രാന്തൻ ഗുരു? ശിവ ശിവ, കലികാലം എന്നല്ലാണ്ട് എന്താ പറയാ. ഒരിക്കൽ ആ മഹാഗുരുവിനെ കാണാൻ നിന്നെയും ഞാൻ കൂടെ കൊണ്ടുപോവാ. അപ്പൊ നീ എന്നെ പോലെ ആവും. എനിക്ക് ആ ഭ്രാന്തൻ ഗുരുവിനെ കാണാൻ തീരെ താല്പര്യമില്ല. ശിവ ശിവ, തമ്പുരാൻ എന്തോ അസ്ഥിതയുണ്ട്. ഹായ്, വെത്തിലേക്ക് അസാധ്യ ഇരിച്ചല്ലോ കേട്ടോ. നാം പറഞ്ഞതല്ലേ നാം ഇല്ല തിന്നെടുക്കാണ്ട് ഗോമതിയില്ല തിന്നെടുക്കാൻ. ഗോമതി ഇല്ലത്തിൽ കടക്കില്ല. എന്താ കടന്നാല് കടക്കില്ല എന്നല്ല. ഞാനാണ്ടായിട്ട് തമ്പുരാന് വെറ്റിൽ കടക്കാൻ ഗോമതി വീട്ടിൽ ഞാനാണ് പോകുന്നത്. അവള് പറയണു ആ അവളുടെ ഇളയ കുട്ടിയുടെ ചണ്ട ഞാനാണെന്ന്. എന്താ ശിവ ശിവ. തമ്പുരാൻ ഒഴിഞ്ഞ ദുഃഖം അവൾ എപ്പോഴും എന്നോട് പറയും. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വർത്താനം പറയുകയും ശൃംഗരിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയി എന്റെ തമ്പുരാനെ. തന്നെ വല്ല മുള്ളു മുറുക്കി കേട്ടണോളൂ. നീ ആ വീട്ടിലെ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യൂടൂ? കൃഷ്ണനേമാൻ പോയ ഒഴിവിലേക്ക് നോമ്പ് അങ്ങോട്ട് പോയാലോ ബസ്സില പറിക്കാൻ? ശ്രീകരൻ നമ്മൊരു ചെറിയൊരു അഭിപ്രായം പറഞ്ഞതാണ്. ഒരാള് പോയ ഛർദിൽ ഇപ്പോഴും അവൾക്ക് തീർന്നിട്ടില്ല. പെണ്ണെന്ന് പറഞ്ഞാല് ജോൺ സാഹിബിന്റെ ഭാര്യ. എന്താവള നിറം, എന്താവള ആകാരവടി. കണ്ണെടുക്കൂല, നമ്മള് കൈയെടുക്കൂലട്ടാ. തമ്പുരാന്റെ ഒരു ഭാഗ്യേ. മതവന്മാരായിട്ട് ഞാനിത് കേൾക്കുമ്പോ അടി തൊട്ട് ഇങ്ങനെ ധരിച്ച് കേറുന്നു. ശിവ ശിവ, ഒന്ന് തമ്പുരാനെ മതവന്മാരായിട്ട് മതമായിട്ട് ലോകത്തിലായില്ലേ. എന്ത് ഭാഗ്യം. അബദ്ധത്തിലായ മാതാവന തൃക്കൂർ തമ്പുരാനൊന്ന് തൊട്ടാണ് ആ സായിപ്പിന്റെ കണ്ണെടുത്തൊരു ഒറ്റ അമർത്ത്. അതോടുകൂടി തൃക്കൂർ തമ്പുരാന്റെ കഥ കഴിഞ്ഞു. ഞാനിത് കണ്ടതോടുകൂടി ക്ഷേത്രക്കുളത്തിൽ പോയി ഒരു മുങ്ങി ശിവനെ 4 പ്രദക്ഷിണവും വെച്ച് ഇല്ലത്ത് പോയി അങ്ങോട്ട് കിടന്നുറങ്ങി. ഏതാ സുന്ദരി, കൊള്ളാലോള്. നല്ല തലക്കണ കശുമാങ്ങ കൂട്ടിക്കണേ അവള്. ഏതാണ്? ഇന്ന് വൈകുന്നേരം നമുക്കൊന്ന് പായ വിരിക്കാൻ പറ അവളോട്. ഓ തമ്പുരാൻ. Oh.
നിന്നോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനാണ് നാം വന്നത്. തമ്പ്രാൻ നോക്കിക്കണ കണ്ടില്ലേ? നീ ഇന്ന് വൈകിട്ട് തമ്പ്രാന് പായ വിരിക്കണം. തമ്പ്രാന്റെ കൽപ്പനയാ. കുളിച്ച് വൃത്തിയായിട്ട് നിന്നോടാ. ഞാൻ പോണു. ഓപ്പോളോട് ഞാൻ പറയാറില്ലേ പുറത്തിറങ്ങി നടക്കരുതെന്ന്. ആ നാടുകാരും കൂട്ടരും പേ പിടിച്ച പോലെ നടക്കുക. ഒരു പെണ്ണെ കണ്ടാലും അവര് വെറുതെ വിടൂല. ഓപ്പോളുടെ കല്യാണം ആർഭാടായിട്ട് നടക്കണം അപ്പം പറയാറില്ലേ. അപ്പന്റെ അവസാനത്തെ ആഗ്രഹമല്ല ഓപ്പോളേത്. ഓപ്പോളോട് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. ആ കുഞ്ഞിക്കാലി ചേച്ചി മരിച്ച പോലെ തന്നെ കെൻറ്റി ചാടി കളിച്ചാവും. എന്തിനകത്ത് കുഞ്ഞിനെ പ്രസവിക്കും. അല്ല കുഞ്ഞങ്ങളെ, ആളിങ്ങനെ വിഷമിക്കല്ലേ. ഞാൻ കപ്പ പുഴുങ്ങാനായിട്ട് ഓല എടുക്കാൻ വന്നതാണ്. നാടുവഴി എന്നോട് പറഞ്ഞു രാത്രി പായ വിരിക്കാനായിട്ട്. ഇപ്പൊ എന്താ ചെയ്യാ? ഓപ്പോൾ ഇങ്ങനെ വിഷമിക്കാണ്ടിരിക്കും. കാളിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. കാളി നമുക്ക് എന്തെങ്കിലും ഒരു രക്ഷ തരും. ഞാൻ പോണ്. കാളിയമ്മ രക്ഷിക്കും. ചൂട്ടങ്ങനെ കെട്ടൂലോ. തമ്പ്രാനെ നോക്കി നടക്കുക. എന്റെ കാളിയമ്മേ, ഞങ്ങളെ കേട്ടോടെ. ഇതും കൂടി കേട്ട് നൂറാമത്തെ ആളോ എന്റെ ചീരനെ ആവത്തൊന്നും കൂടാതെ വേഗത്തിച്ചോടെ. നൂറാമത്തെ അവിടെ പിടിക്ക് പിടിക്ക്. വേലപ്പാ, ഞാൻ ചീരേനും കൊണ്ട് ഇവിടുന്ന് പോവാ. ഇനി ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. അതെങ്ങനെ ശരിയാവാ? അപ്പന്റെ ആഗ്രഹം നിങ്ങളെ മംഗലം നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കാണിക്കണമെന്നായിരുന്നു. ഞങ്ങളെ വിഷമിക്കാണ്ടിരിക്കും. അണ്ണൻ പറയണ നല്ല കാര്യല്ലേ. ഞങ്ങൾ എപ്പോഴെങ്കിലും കാണാൻ വന്നോണ്ട്. ഇവിടെ നാടുവാഴിനെ എതിർത്തിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് എവിടേക്കെങ്കിലും പോയിട്ട് അവിടെ വല്ല ക്രിസ്തു മതോ ഇസ്ലാം മതോ ഏതെങ്കിലും മതത്തിൽ ചേർന്ന അവര് ഞങ്ങളെ സംരക്ഷിച്ചോളും. ഞാൻ അവളെയും കൊണ്ട് പോവാ. എവിടെ നിന്റെ പെങ്ങള്? ചേച്ചി മംഗലം കഴിഞ്ഞ് പോയല്ല. എന്തോരം ഞാൻ ആഗ്രഹിച്ചാണ്ട. ഈ അപ്പളിക്ക് മംഗലം കഴിച്ച് പറഞ്ഞാൽ തമ്പുരാനെ ഞാൻ എന്ത് ചെയ്യാനാ?
എന്തോരം ആഗ്രഹിച്ചാണ്ട ഞാൻ. ചീരുവിന്റെ അടുത്ത് ഞങ്ങൾ പോയാലോ? ആ നമ്മളെ ആ, ചീരു. വന്നോളൂ. ആ, പോവാം. ചീരങ്ങ ചീരു. പാവങ്ങൾ ഉപദ്രവിച്ചാലേ ഓടിയൻ നിങ്ങളെ വെറുതെ വിടൂല. അത് നിനക്ക് എങ്ങനെ അറിയാം? ഓടിയൻ എന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു.